ഇന്ന് പഗ് എന്ന ബ്രീഡിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ലക്കിമോൻ. ഇതിനെ ഏകദേശം 30 ദിവസം പ്രായമുള്ളപ്പോൾ ഞങ്ങൾ വാങ്ങിയ പപ്പിയാണ്. അന്ന് തൊട്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. നോക്കുക, ഇത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇത് തുണി കണ്ടു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ തുണിയിലങ്ങ് ഭയങ്കര എന്താ പറയുക, തുണിയിൽ ഞാന്ന് കിടക്കും. അമ്മയുടെ നൈറ്റിയിലൊക്കെ ഇവൻ പിടിച്ച് നമ്മളെ ഞാന്ന് കളയും. അതുപോലെ തന്നെ കർട്ടനൊക്കെ ആണെങ്കിലും കർട്ടനിലൊക്കെ ഇവനങ്ങ് ഭയങ്കര ഇതായിട്ട് തുണിയാണ് ഉള്ളിക്കാൻ ഏറ്റവും വലിയ പ്രശ്നം. എവിടെയെങ്കിലും നമ്മൾ തുണിയൊക്കെ അലക്കി തുണിയൊക്കെ ആണെങ്കിൽ അവൻ എത്തുന്ന ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവനത് എടുത്തുകൊണ്ട് പോയി പിന്നെ അതിൽ കിടന്ന് ഉരുണ്ട് ആകെ ബഹളമാണ്. പിന്നെ നിങ്ങളെ എല്ലാവർക്കും അറിയാം, പഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ ബ്രീഡാണ്. പിന്നെ നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ വളർത്തിക്കൊണ്ട് വരാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊരു നിരുപദ്രവകാരിയാണ്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അടുത്തും എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ഞാനാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇവൻ എന്നോട് കമ്പനിയായിട്ടിരിക്കും. ഇനി ഞങ്ങൾ പോയി കഴിയുമ്പം അമ്മയുടെ അടുത്താണ്. അപ്പം അങ്ങനെ എല്ലാവരോടും ഒരുപോലെ തന്നെ കാര്യമാണ്. കണ്ടോ, എപ്പോഴും ഇങ്ങനെ നമുക്ക് വീടിനകത്തൊക്കെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ ഒക്കെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു ബ്രീഡാണ്. പിന്നെ ഇവനെ നമ്മൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഡോഗ്സിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവരുടെ മൂക്ക് അകത്തോട്ട് ഇങ്ങനെ തള്ളിയ പോലെയാണല്ലോ. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുമ്പം ആ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം ഇവരുടെ മൂക്കിൻ്റെതാ ഇവിടെ നോക്കൂ, ഇവിടെ ഇങ്ങനെ കയറി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡെയിലി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവരുടെ കണ്ണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത രീതിയിലാണ്. അപ്പം ഒരു കൺട്രോൾ ഇല്ലാതെ ഇത് ഓടിക്കളയും, ഭയങ്കര സ്പീഡിലാണ് ഓട്ടം. അപ്പം അങ്ങനെയുള്ളപ്പം എന്തെങ്കിലും കൂർത്ത ഒബ്ജക്ട്സിലൊക്കെ ചെന്ന് ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ ഇവനെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ലക്കിയുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-6 ആകുമ്പോഴത്തേക്കും ലക്കി ഉണർന്നു കഴിഞ്ഞാൽ ലക്കി രാവിലെ ശൂശൊക്കെ വെച്ച് വന്ന് കഴിയുമ്പോൾ തന്നെ ലക്കിക്ക് ചായ വേണം. അപ്പോൾ നേരെ ലക്കി ഓടുന്നത് അടുക്കളയിലേക്കാണ്. ഈ ചായ കുടിക്കുന്നത്, ലക്കിയുടെ ചായ കുടിയൊക്കെ ഭയങ്കര രസകരമായ കാര്യമാണ്. ചായയോടൊപ്പം ലക്കിക്ക് റസ്ക് വേണം. റസ്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ലക്കി ചായ കുടിക്കത്തുള്ളൂ. ഒരു സിപ്പ് ചായ കുടിക്കും, പിന്നെ റസ്ക് കഴിക്കും. അതിനുശേഷം ലക്കി നേരെ നമ്മുടെ TV ഇരിക്കുന്ന റൂമിൽ വന്ന് നിൽക്കും. ലക്കിക്ക് രാവിലെ തൊട്ട് കാപ്പും കാണാനാണ് ഇപ്പോഴത്തെ ലക്കിയുടെ മെയിൻ പരിപാടി. നേരത്തെ ലക്കി ഇങ്ങനെ കാപ്പും കാണുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പവി, ലക്കി കാപ്പും കാണുന്ന ആരും പറയൂ. ഞാനും ലക്കിയുടെ കൂട്ടുകാരാണ്. ഇവന് ഞങ്ങളാണ് എന്നും കാർട്ടൂൺ കാണുന്നതൊക്കെ. ഇവൻ തന്നെ എന്നെ ഒന്നും ചെയ്തില്ല, പാവമാണ്. ഇവർ രണ്ടുകൂടാണ് കമ്പനി. രാവിലെ 6:30 ആകുമ്പോൾ TV ഓൺ ചെയ്താൽ എന്തോ ഡോറ, ബുച്ചി, നിഞ്ച, ഹത്തോടി, എനിക്കറിയില്ല എന്തൊക്കെ കാർട്ടൂണുകളാണ്. രാവിലെ തൊട്ടിട്ട് കാർട്ടൂൺ കാണും. ഇനി ലക്കി രാവിലെ റെഡിയാണ്. ലക്കി രാവിലെ കാർട്ടൂൺ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ മാറ്റാൻ ലക്കി സമ്മതിക്കത്തില്ല. ലക്കി അപ്പോൾ ബഹളം വയ്ക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഫാനൊക്കെ ഇട്ട് കൊടുക്കണം. ആൾ ഭയങ്കര ശുചിമാണ്. ഫാനൊക്കെ ഇട്ട് ലക്കി ഭയങ്കര എന്താ പറയുന്നത്, ബോഷാണ്. ആ രീതിയിൽ ലക്കി ഇരിക്കത്തുള്ളൂ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഡോഗ്സിനൊക്കെ കൊടുക്കുന്ന പോലെ നമ്മളിപ്പോൾ പ്ലേറ്റിലൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ട് പോയാൽ ലക്കി നോക്കത്ത് പോലും ഇനി ഇത്ര വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സ്നേഹമായിട്ട് മോനെയും മക്കളെയൊക്കെ വിളിച്ച് ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുക്കാമെങ്കിൽ ആൾ അതൊന്ന് കഴിക്കും. ഇനി അതിനുശേഷം ഇന്നൊരു 12-1 മണി വരെ ആ കസേരയിൽ നനങ്ങത്തില്ല, അവിടെ നിന്ന് കാർട്ടൂൺ കാണും. അതിനുശേഷം പിന്നെ ലക്കിയുടെ പുളി ആറ്റിലാണ്. പറയാം, ലക്കിയുടെ കൂടെ ആറ്റിപ്പോകുന്ന കാര്യം പറ. ഞാനും ലക്കിയും കൂടെ അങ്ങനെ നീന്തലൊക്കെയാണ്. പിന്നെ അപ്പൂപ്പനും വരും. അപ്പൂപ്പനും ഞാനും ലക്കിയും കൂടെ ഫുൾ നീന്തലാണ്. അപ്പം ആറ്റിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചാൽ പിന്നെ ലക്കി ഞങ്ങൾ പിന്നെ പുറത്തെ കൂട്ടിലാണ് വയ്ക്കുന്നത്. കാരണം ഫുൾ ടൈം കാപ്പും കണ്ടു കഴിഞ്ഞാൽ ഈ ലക്കിയുടെ കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലക്കിയെ പിന്നെ പുറത്തെ കൂട്ടിലാണ് ഇരുത്താറ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലക്കി കുറച്ച് സമയമൊക്കെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരു വൈകിട്ട് 4-5 മണിയാകുമ്പോൾ വീണ്ടും അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലക്കി കാപ്പും കാണാനാണ്. പിന്നെ ഇടയ്ക്കുള്ള കുറേ സമയമൊക്കെ പവിയുടെ കൂടെ ഒക്കെ കളിക്കും. പിന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വെച്ചാൽ ഭയങ്കര സ്പീഡിലാണ് ഓട്ടം, നമുക്ക് പിടിക്കാൻ പറ്റില്ല. അമ്മയൊക്കെ തള്ളിയൊക്കെ ഇട്ട് കളയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ
ഇവനെ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് കൂടുതൽ ഇവനെ അഴിച്ചു വിടാറ്. പിന്നെ ഇവനെ രാത്രി ഉറങ്ങുന്നത് നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. വീടിനുള്ളിൽ ഒരു കൂട് വെച്ചിട്ടുണ്ട്, അതിലാണ് കിടത്തി ഉറക്കുന്നത്. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവി ഒരു രസത്തിന് വേണ്ടി അവൻ്റെ ഒരു ഉടുപ്പിട്ട് കൊടുത്തതാണ് ഇവന് കൊച്ചിൽ. അന്ന് തൊട്ട് ഇവൻ ഈ ഉടുപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇവന് ഉറങ്ങത്തുള്ളൂ. ഇവനെ രാത്രി നമ്മൾ കൊണ്ട് കൂട്ടിയിട്ട് ഇട്ടാലും നമ്മളിതാ ഇതുപോലെ ഇവന് ഉടുപ്പിട്ട് കൊടുക്കണം. ഉടുപ്പിട്ട് കൊടുത്ത് ആശാൻ കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ ഉറക്കത്തിലാണെങ്കിലും നമ്മൾ ആരെങ്കിലും ഒന്ന് ഉണരുവോ എന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലക്കി കൃത്യമായിട്ട് അതെല്ലാം അറിയും. പിന്നെ നമുക്കൊരിക്കലും ഇതിനെ ഒരു ഡോഗെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഡോഗിനെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? നമ്മുടെ വീട് കാക്കാനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ നോക്കണം. ഇതിപ്പം വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവൻ മറ്റു പട്ടികളുടെ വിട്ട് അല്ലെങ്കിൽ ശബ്ദമൊന്നും കേട്ടവൻ തിരിച്ചറിയത്തില്ല. അവർ വന്ന് നമ്മൾക്ക് കുറേ സമയത്ത് വർത്തമാനം പറഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ബോധം വരുന്നത്, ആ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്, എന്നെ ഒരു കൂട്ടൊക്കെ തന്നെ വളർത്തുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അന്നേരം 4 കൊര കുരയ്ക്കും. പിന്നെ ചാടി ചെല്ലുന്നതൊക്കെ കണ്ടാൽ നമ്മൾ ആയിരിക്കും ഇപ്പം വരുന്നവരെ അങ്ങ് കടിച്ച് കൊന്നു കളയുമല്ലോ. പക്ഷെ ഒരാൾ വന്നപ്പോൾ ഇതുപോലെ നമ്മൾ പിടിക്കാൻ പറഞ്ഞു. ഇവൻ നേരെ ചെയ്ത് എന്താണെന്നറിയോ, അവിടെ ചെന്ന് ആളിൻ്റെ അടുത്ത് ചെന്ന് വാലൊക്കെ ആട്ടി ആളുടെ കാലിൽ ചെന്നിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ലക്കിയുടെ പ്രത്യേകതകൾ. പിന്നെ ഇവൻ ഭയങ്കര എന്താ പറയുക, നമുക്കൊരു കുഞ്ഞിനെ പോലെ നമുക്ക് വളരെ രസകരമായിട്ട് കൊണ്ടു നടക്കാം. എവിടെ പോയാലും പിന്നെ നമുക്ക് കൊണ്ട്. പിന്നെ ആളുടെ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം ലക്കി ബഹളം വയ്ക്കാൻ തുടങ്ങും. ഈ കാറിലൊക്കെ നമ്മൾ വെച്ച് കൊണ്ടുപോകാനതാ ഇങ്ങനെ പ്ലോട്ടൊക്കെ പോകുന്നത്, ഇങ്ങനെ എല്ലാ സൈഡിലുള്ള സംഭവങ്ങളെല്ലാം ലക്കിക്ക് വളരെ കൃത്യമായിട്ട് കാണണം. പിന്നെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അപ്പം ഇതൊക്കെയാണ് ലക്കിമോൻ്റെ പ്രത്യേകതകൾ. അപ്പം ലക്കി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ പറ്റി ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.